നമ്മൾ ഇന്നലെ എസ്റ്റിമേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? എസ്റ്റിമേഷൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇന്ന് നമ്മൾ ഡിവിഷൻ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമുക്ക് നിങ്ങൾക്ക് ഡിവിഷൻ അറിയോന്ന് മിസ് ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് ഇന്ന് ഒരു ക്ലാസ് മാത്രം ഡിവിഷൻ ഡിസ്കസ് ചെയ്യാം. അറിയോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാം, അപ്പൊ ഡിവിഷൻ അറിയോ നോക്കണ്ടേ? നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയി തോന്നുന്ന ഡിവിഷൻ ആയിരിക്കും അല്ലേ? അല്ലേ? ആയിരിക്കും, നോ ഡൗട്ട്. എനിക്കായാലും അതെ, എനിക്ക് ഡിവിഷൻ ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ ക്യാൻസൽ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ നല്ല രസമാണ്. ഫ്രാക്ഷൻ ആയിട്ട് എഴുതൂലേ, നമ്പേഴ്സ് ഫ്രാക്ഷൻ എഴുതൂലേ, ആ ഫ്രാക്ഷൻ എഴുതിയിട്ട് ഓരോന്ന് ക്യാൻസൽ ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അത് കുറച്ച് ഈസിയാണ്. അത് കുറച്ചും കൂടി വലുതായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോഴേ പഠിച്ചാലും ശരിയാവില്ല, സാധാരണ ഡിവിഷൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻ തരട്ടെ ഡിവൈഡ് ചെയ്യാൻ. റെഡിയാണോ? ബുക്ക് എടുത്തു. divided by 25. $350 divided by 7. ഇതാര സ്ക്രീനിൽ വരയ്ക്കുന്നേ? $436 divided by 4. ഈ മൂന്നെണ്ണം ഒന്ന് ചെയ്ത് ജസ്റ്റിസ് എന്താ പറയാനുള്ളത്? വെയിറ്റ് എന്താ ഇതിപ്പോ നോട്ടിൽ ഇപ്പൊ ചെയ്യണ്ടല്ലേ മിസ്സേ? ആ നോട്ടിൽ തന്നെ ചെയ്തോ. ഹെവൻ എന്താ ഹെവൻ? മിസ് ഇത് സാധാരണ റൗണ്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഡിവൈഡ് ചെയ്താ പോരെ? റൗണ്ട് ഓഫ് ചെയ്യാനല്ല, സാധാരണ ഡിവൈഡ് ചെയ്യാനാ. എസ്റ്റിമേഷൻ അല്ല ഇത്, എസ്റ്റിമേഷൻ കഴിഞ്ഞു, അതവിടെ വിട്ടെ. സാധാരണ ഡിവിഷൻ. തൽക്കാലം ഈ മൂന്നെണ്ണം ചെയ്തു. ആൻസർ നോക്കാം.
ഓക്കെ, അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഇത് എഴുതുക? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, 100 divided by 25. നമ്മൾ എങ്ങനെ എഴുതും 100 divided by 25 എന്ന്? 100 divided by 25. ഇങ്ങനെയല്ലേ എഴുതുക? ഇങ്ങനെ എഴുതിയിട്ടല്ലേ ഡിവിഷൻ ചെയ്യുന്നത്? ഓക്കെ, ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡിജിറ്റ്സ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൺസിഡർ ചെയ്യും. ഇവിടുന്ന് ഇവിടെ 1, ആദ്യത്തെ ഡിജിറ്റ് ഏതാന്ന് നോക്കും. 1. 1ൽ 25 നമുക്ക് 1ൽ നിന്ന് 25 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 1 ചെറുതാണ്, 25 വലുതാണ്. സോ വി cannot take 25 from 1. 1ൽ നമുക്ക് 25 എടുക്കാൻ പറ്റില്ല. അപ്പൊ നോർമൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു 0 ഇടും. 1ൽ നിന്ന് 25 എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഒരു 0 ഇടും. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യും ഈ 2 ഡിജിറ്റ് 1 0 എന്ന് പറയുന്ന ഡിജിറ്റ് കൺസിഡർ ചെയ്താല് അതിൽ നിന്നും 10ൽ നിന്നും നമുക്ക് 25 എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? 10 25നേക്കാളും ചെറുതാണ്. അപ്പൊ അഗൈൻ ഈ 0ന്റെ മേലെ നമ്മൾ ഒരു 0യും കൂടി ഇട്ടു. ശരിക്കുള്ള ഡിവിഷന്റെ പ്രോസസ്സിങ്ങിനെ വരുന്നത്. പിന്നെ നമ്മള് അടുത്തൊരു ഡിജിറ്റും കൂടി കൺസിഡർ ചെയ്തു, 100. 100 എന്ന് പറയുന്ന നമ്പറിൽ എത്ര തവണ 100 നമുക്ക് എത്ര തവണ 25 എടുക്കാൻ പറ്റും? ഒരു തവണ എടുത്തു, ബാക്കി 75 ഉണ്ട്. 2 തവണ എടുത്തു, ബാക്കി 50 ഉണ്ട്. 3 തവണ എടുത്തു, ബാക്കി 25 ഉണ്ട്. 4 തവണ എടുത്താല് 100 ആവുമല്ലോ. അതായത് 100ൽ നിന്ന് നമുക്ക് 25 4 ടൈംസ് എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ 100ന്റെ 0ന്റെ ഏറ്റവും ലാസ്റ്റത്തെ 0ന്റെ മേലെ നമ്മൾ 4 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 100 ആണോ കിട്ടുന്നത് നോക്കുക. 4 into 5 20 റിമൈൻസ് 2. 20ൽ 2 റിമൈനിങ് ഉണ്ട്. പിന്നെ 4 into 2 8 plus 2 10. നമുക്ക് 4 into 25 100 എന്ന് കിട്ടി. ഇനി ഈ 100 എന്ന് ഈ 100 മൈനസ് ചെയ്താൽ എത്രയാ? 0. 100 minus 100 0. അപ്പൊ നമുക്ക് ഇവിടെ റിമൈനിങ് ഒന്നുമില്ല. That means 100 divided by 25 is equal to 4. നമുക്ക് ഇവിടെ 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താല് റിമൈനിങ് ഒന്നും വരുന്നില്ല അല്ലേ? 100നെ ഈ 100 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. നമുക്ക് 100നെ 25 കൊണ്ട് ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. That is 100 divided by 25 is equal to 4. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് 350. എഴുതുന്നതിന്റെ വൃത്തിയൊന്നും നോക്കണ്ട, മൗസ് കൊണ്ട് എഴുതുന്നോണ്ടാണ് ഇങ്ങനെ. 350 divided by 7 അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം 3 കൺസിഡർ ചെയ്തു. 3 കൺസിഡർ ചെയ്താൽ 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. 3ൽ നിന്ന് നമുക്ക് 7 എടുക്കാൻ പറ്റില്ല. 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? 3 is less than 7. നെക്സ്റ്റ് അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 ഇട്ട് കൊടുത്തു. ഇനി അടുത്തൊരു നമ്പറും കൂടി ഡിജിറ്റും കൂടി കൺസിഡർ ചെയ്തു, 35. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 7ന്റെ ടേബിൾ ചൊല്ലി നോക്കിയേ. 1 7 7 2 7 14 3 7 21 4 7 28 5 7 35.
അതായത് 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5 കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ 5ന്റെ നേരെ ഈ 35ല് 5ന്റെ നേരെ മേലെയായിട്ടാണ് ഈ 5 എഴുതിയത്. 5 into 7 എത്രയാ? 35. ആ 35 നമ്മൾ ഇതിന്റെ ഈ 35ന്റെ നേരെ താഴെ എഴുതി. 35. എന്നിട്ട് എന്ത് ചെയ്തു? 35ൽ നീ 35 മൈനസ് ചെയ്തു, 0 കിട്ടി. ഇനി ഈ 350ൽ ഒരു 0 ബാക്കിയില്ലേ? ഇതാ ഇവിടെ ഒരു 0 ബാക്കിയുണ്ടല്ലോ. ആ 0 താഴേക്ക് എടുത്തെഴുതി. ഈ 0നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? ഏതൊരു നമ്പറിനും 0നെ ഡിവൈഡ് ചെയ്താൽ, ഏതോ നമ്പറിനെ കൊണ്ടും 0നെ ഡിവൈഡ് ചെയ്താൽ 0 തന്നെ ആയിരിക്കും. 0നെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ വിൽ ബി 0. Then 0 into 7, 0 മൈനസ് ചെയ്താൽ 0. ഇവിടെ റിമൈനിങ് ഒന്നും വരുന്നില്ല. So 350 divided by 7 is equal to ഈ ആദ്യം എഴുതുന്ന 0, ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന 0ന് വാല്യൂ ഇല്ല. അതറിയാലോ നിങ്ങൾക്ക്. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന 0ന് ഇപ്പൊ 05 എഴുതിയാല് അതിന്റെ വാല്യൂ 5 തന്നെയാണ്. 050 എന്ന് എഴുതിയാൽ അതിന്റെ വാല്യൂ 50. അപ്പൊ നമ്മള് എല്ലാ നമ്പറിന്റെ മുന്നിൽ 0 ചേർക്കുന്നില്ലല്ലോ. That means 350 divided by 7 is equal to 50. ഇനി അടുത്ത എത്രയാ? 236 divided by 4. 236 divided by 4. ആദ്യം നമ്മള് 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. Because 2 is less than 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2ന്റെ നേരെ മേലെ ഒരു 0 ഇട്ടു. Then consider next digit 23. 23നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 23ൽ 4 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നമ്പർ കിട്ടില്ലേ? എത്രയാ? 4ന്റെ മൾട്ടിപ്പിൾ 23ന് മുന്നെയോ 23യോ ആയിട്ട് വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവുമല്ലോ. 4ന് ടേബിൾ ചൊല്ലി വെക്കാം. 1 4 4 2 4 8 3 4 12 4 4 4 4 16 5 4 20 5 4 20 6 4 എന്ന് പറഞ്ഞാൽ 24 ആവും. അപ്പൊ 23നേക്കാളും വലുതായി. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ 23നേക്കാളും ചെറുത് വരുന്നത് 20 ആണ്. 20 കിട്ടണമെങ്കിൽ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 into 4 എത്രയാ? 5 into 4 20. ഇനി ഈ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 23ന്റെ നേരെ താഴെ എഴുതി 20. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 23ൽ നിന്ന് 20 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3 minus 0 3 2 minus 2 0. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു 6 ബാക്കിയുണ്ട്. 236ൽ ഒരു 6 ബാക്കിയുണ്ട്. ആ 6 എന്ത് ചെയ്യാ? ഈ 3ന്റെ തൊട്ടടുത്തേക്ക് എടുത്ത് എഴുതുക, തൊട്ട് താഴെ. ഇനി എന്ത് ചെയ്യണം? 36ല് 4 എത്ര തവണ പോകുന്നു നോക്കാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 36 4ന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ 36ന് തൊട്ട് മുന്നേ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാന്ന് നോക്കാം. 4ന്റെ ടേബിൾ ചൊല്ലി നോക്കിയാല് 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28
8 4 32 9 4 36 കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 9 into 4 ആണ് 36. അപ്പൊ ഈ 9 ഈ 6ന്റെ നേരെ മേലെ എഴുതി. 9 into 4 എത്രയാ? 36. ഇനി ഈ 36 ന്ന് ഈ 36 മൈനസ് ചെയ്താല് റിമൈനിങ് നമുക്കൊന്നും കിട്ടില്ല, 0 കിട്ടും. ഡിവിഷൻ കംപ്ലീറ്റ് ആയി. അതായത് 236നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 236 divided by 4 is equal to 9. മനസ്സിലായോ? ഇത്രയും ചെയ്തത് മനസ്സിലായോ? ഈ 3 ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായോ? ഇതിപ്പോ ചെയ്ത 3 എണ്ണം കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാന്നല്ലേ പറഞ്ഞേ? പഠിച്ചിട്ടുണ്ടോ? ജസ്റ്റിസ് പഠിച്ചിട്ടില്ല, ശ്രീവിഷ്ണു പഠിച്ചിട്ടില്ല, ആതിര പഠിച്ചിട്ടുണ്ടോ മോളെ? ജോയല് പഠിച്ചിട്ടില്ല, ആതിര പഠിച്ചിട്ടില്ല. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ജീവ പഠിച്ചതാണോ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ? 5th പഠിച്ചതാ? ജോന പഠിച്ചിട്ടുണ്ട്. 5th പഠിച്ചേ? യെസ്, ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇനി 6th ചിലപ്പോ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാനുണ്ടാവും. അപ്പൊ കുറച്ചു പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും മോശമല്ലേ? നിങ്ങൾ കേരള സിലബസ് ആണോ പഠിച്ചേ? യെസ്. അപ്പൊ അതിലായിട്ടുണ്ടാവില്ല. അതിൽ 6th 7th ആണ് പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. (564) divided by 5. എഴുതിക്കോ, മിസ് എഴുതുന്ന കൂടെ തന്നെ എഴുതിക്കോ. 564 divided by 5. നമുക്ക് സാധാരണ ഡിവിഷൻ എഴുതുന്നത് പോലെ 500 ഒരു മിനിറ്റ്. ഓക്കെ, 564 divided by 5. ഇതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1. 1 5ന്റെ നേരെ മേലെ എഴുതി. 1 into 5 5. അതിനെ നമ്മള് എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. 5 minus 5 0. ഇനി എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ഡിജിറ്റ് 6. 6 നമ്മൾ നേരെ താഴേക്ക് എഴുതി. 6ൽ 5 എത്ര തവണ പോകും? 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 1. 6ൽ ഒരു തവണ മാത്രമല്ലേ 5 പോകുള്ളൂ. അപ്പൊ 6ന്റെ നേരെ മേലെ 1 എഴുതി. 1 into 5. സാധാരണ ഡിവിഷൻ തന്നെ 5. 6ന് 5 മൈനസ് ചെയ്താല് 1 കിട്ടി. എന്നിട്ട് തൊട്ടടുത്തുള്ള ഡിജിറ്റ് 4. 4 നേരെ താഴേക്ക് എടുത്ത് എഴുതി. 1 4. 1 4 എഴുതി. ഇനി 14 എന്ന് പറയുന്ന നമ്പറിൽ 5 എത്ര തവണ പോകും?
14നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? 2 into 5 10. 2 into 5 10 കിട്ടി. 10 കിട്ടി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മൈനസ് ചെയ്താല് മിസ് ഇവിടെ എഴുതാട്ടോ, എന്നാലേ കാണുള്ളൂ. 14 10 മൈനസ് ചെയ്താൽ എത്രയാ? 4. ഇവിടെ നമ്മള് മൈനസ് ചെയ്തിട്ട് ഈ 14 മൈനസ് 10ന്റെ തൊട്ട് താഴെ 4 എഴുതി. അപ്പൊ ഇത്രയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 4 ഇവിടെ റിമൈനിങ് വരുന്നുണ്ട് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. 4 ഇവിടെ ബാക്കി വരുന്നുണ്ടല്ലോ. അപ്പൊ ആ 4നെയും കൂടി നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4നെയും കൂടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ആൻസറില് 112 എന്ന് പറയുന്ന ആൻസർ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടും. പോയിന്റ് ഇട്ട് കഴിഞ്ഞാല് ഈ ബാക്കി വരുന്ന റിമൈനിങ് ഇല്ലേ, റിമൈനിങ്ങിന് തൊട്ട് ശേഷം നമുക്ക് എത്ര സീറോ വേണമെങ്കിലും ചേർക്കാം. റിമൈനിങ്ങിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര സീറോ വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഒരു സീറോ ആഡ് ചെയ്തു. 4ന്റെ തൊട്ടടുത്ത് ഒരു സീറോ എഴുതി. അപ്പൊ 14 കിട്ടി. ഇനി 14നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും? എത്ര കിട്ടുക? 14നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5ന്റെ ടേബിൾ ചൊല്ലി നോക്കിയാല് 1 5 5 2 5 10 3 5 15 4 5 20 5 5 25 6 5 30 7 5 35 8 5 40. അപ്പൊ 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടി. അത് ആ പോയിന്റിന് ശേഷം 8 എന്ന് എഴുതാം. എന്നിട്ട് ഈ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന് തൊട്ട് താഴെ 40 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്ത പോലെ 40 മൈനസ് 40 0 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ റിമൈനിങ് ഒന്നും വരുന്നില്ല. 0 റിമൈനിങ് ആയി. ഫുൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 112.8. എത്ര കിട്ടിയ ആൻസർ? 112.8. അതായത് 564നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് എത്ര കിട്ടും? 112.8 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? ജോയലിന് മനസ്സിലായോ? ജസ്റ്റിസിന് മനസ്സിലായോ? ശ്രീവിഷ്ണുവിന് മനസ്സിലായോ? ഓക്കെ. ആദ്രനെ കാണുന്നില്ല. ആദ്രക്ക് മനസ്സിലായോ? അപ്പോ നമ്മള് ഡിവൈഡ് ചെയ്ത് വരുമ്പോ റിമൈനിങ് വന്നാല് നേരെ മേലെ ആൻസറിൽ ഒരു പോയിന്റ് ഇടാം. പോയിന്റ് ഇട്ടതിന് ശേഷം ഈ റിമൈനിങ്ങിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ടിട്ട് ആ വരുന്ന ആൻസർ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ എഴുതിയിട്ട് ആ പോയിന്റിന് ശേഷം അതിന്റെ ആൻസർ എഴുതാം. അപ്പൊ അതിന്റെ ഫുൾ ആൻസർ കിട്ടും. പോയിന്റ് ഇട്ടിട്ടുള്ള ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. $632 divided by 3. 632 divided by 3. ഇതും കൂടി ചെയ്ത് നോക്കാന്ന്. എങ്ങനെ ചെയ്യും? 632 divided by 3. ആദ്യം 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 6ൽ 3 എത്ര തവണ 6ൽ നിന്ന് 3 എത്ര തവണ എടുക്കാൻ പറ്റും? 2 ടൈംസ് എടുക്കാം. That is
2 into 3 is equal to 6. ആദ്യം സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. 0 മൈനസ് ചെയ്താല് എന്റെ 3 താഴേക്ക് എടുത്ത് എഴുതി. ആ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 into 3 again നമുക്ക് 3 കിട്ടി. മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടി. പിന്നെ ബാക്കിയുള്ള 2 എടുത്ത് എഴുതി. 2ല് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? 21 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് 2ന്റെ തൊട്ടടുത്ത് ഒരു 0 ഇടുക. 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 6 കിട്ടും. ദാറ്റ് മീൻസ് 6 into 3 is equal to 18. 20ന്റെ തൊട്ടടുത്ത് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 18 അല്ലേ? അപ്പൊ 6 into 3 18. ഇവിടെ ആദ്യം 20ന്ന് 18 മൈനസ് ചെയ്താൽ 2 കിട്ടും. 2ല് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെയും വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. ഇവിടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് 2 കിട്ടി. ഇവിടെ ആദ്യം ഒരു പോയിന്റ് ഇട്ടത് കൊണ്ട് ഈ 2 കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ആൻസറിൽ ഇവിടെ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് 20 കിട്ടി. 20ൽ 3 6 times 6 into 3 18. 20 minus 18 2. again 0 ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. 20ന്ന് 18 മൈനസ് ചെയ്ത 2 കിട്ടും. അങ്ങനെ പോകും. അപ്പൊ ഇവിടെ അതിനനുസരിച്ച് 6 6 6 6 6 6 6 എന്ന് വരും. ആൻസറിൽ 6 6 6 6 അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ എത്ര തവണ ചെയ്യുന്നു അത്രയും 6 അവിടെ വരും. അപ്പൊ നമ്മൾ ആൻസർ എങ്ങനെ എഴുതും? 21.632 divided by 3 is equal to 21.6666. 6666 എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 21.6666 എന്നുള്ളത് റൗണ്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ? 6666 അല്ലേ വരുന്നേ? അപ്പോ എല്ലാ ഡിജിറ്റും 5ന് മേലെയാണ്. നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ മാത്രം മതി. അപ്പൊ ഈ 6 6 കഴിഞ്ഞിട്ട് അഗൈൻ 6 അല്ലേ വരുന്നേ? അപ്പൊ എന്ത് ചെയ്യണം? 6നെ നമ്മള് 7 ആക്കി എഴുതും. 5ന് മേലേക്കുള്ള നമ്പർ ആയതുകൊണ്ട് 6 കഴിഞ്ഞിട്ട് 0.67 എഴുതി. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ്സ് കൂട്ടി വായിക്കരുത്. 21.67 വായിക്കരുത്. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ വായിക്കണം. അത് എത്ര എണ്ണം വരുന്നുണ്ടെങ്കിലും പോയിന്റ് കഴിഞ്ഞിട്ട് 21.67 ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ വായിക്കണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇതെങ്ങനെ വായിക്കണം? 657.847757. അല്ലാതെ ഇതിന്റെ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സിന്റെ എണ്ണം നോക്കി അതിന്റെ വേർഡ് ബൈ വേർഡ് നമ്പർ വായിക്കരുത്. ഇതിപ്പോ എത്ര? 84,77,527. അങ്ങനെ വായിക്കരുത്. പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ ഡിജിറ്റും ഓരോന്നായിട്ട് തന്നെ വായിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ ഡിവിഷൻ മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ, പോയിന്റ് ഇട്ട് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. ഒരു 2-3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരട്ടെ? എന്താ നിജ? പോയിന്റ് 5ന് താഴെയാണെങ്കിൽ അതേ ഡിജിറ്റ് എഴുതിയാൽ മതി. അതിൽ ചേഞ്ച് വരുത്തണ്ട. പോയിന്റിന് ശേഷം
അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്ക്. ഇവിടെ 8437527 എന്നാണ് വിചാരിക്കാം പോയതിനു ശേഷം. അപ്പൊ നമുക്ക് 2 ഡിജിറ്റേ വേണ്ടുന്നുണ്ടെങ്കിൽ 84 കഴിഞ്ഞിട്ട് 3 അല്ലേ വരുന്നേ, 3 അല്ലേ വരുന്നേ. അപ്പോ ആ ബാക്കിയുള്ള ഡിജിറ്റ്സ് ഒക്കെ അങ്ങ് ഒഴിവാക്കാം. 0.84 മാത്രം എടുത്താൽ മതി. 84 കഴിഞ്ഞിട്ട് 87 ഇങ്ങനെയാ വരുന്നെങ്കിൽ 8487654 എന്നൊക്കെയാ വരുന്നെങ്കിൽ 84 നമ്മള് എന്ത് ചെയ്യണം? 85 ആക്കി മാറ്റാം. 2 ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷം 5ന് മേലേക്കുള്ള നമ്പർ ആണെങ്കിൽ ഇവിടെ ഒന്ന് കൂട്ടി എഴുതും, രണ്ടാമത്തെ ഡിജിറ്റിൽ ഒന്ന് കൂട്ടി എഴുതും. 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് വരുന്നത് 5ന് താഴെയുള്ള നമ്പർ ആണെങ്കിൽ അതേ ഡിജിറ്റ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ടൈം തീരാറായി. 1-2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് എഴുതിക്കും. Divided by 4. Divided by 8. Divided by 6. ഈ 3 ഹോംവർക്ക് ആയിട്ട് ചെയ്തു. 3457 divided by 4. 6453 divided by 8. 8435 divided by 6. ഈ 3 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. എഴുതിയെടുത്തോ? പെട്ടെന്ന് എഴുതിക്കോ, ക്ലാസ് ഇപ്പൊ കട്ടാവേ, ടൈം തീരാറായി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്യണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ യൂസിങ് ബ്രാക്കറ്റ്സ് തുടങ്ങാം, അടുത്ത ഹെഡിങ്. ഓക്കെ, ബൈ.